അഞ്ജു ജയപ്രകാശ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അഞ്ജു ജയപ്രകാശ്, ജോമറ്റിന്റെയും സിബിന്റെയും മൊഴി എപ്പോഴായിരിക്കും കന്റോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തുക? ഷാജിയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു, അതിനുശേഷം മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. ഇക്കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അഞ്ജു? സുജയ, ഇന്ന് രാവിലെ 10 മണിക്കായിരുന്നു മൂവരോടും കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ മൊഴിയെടുപ്പിന് ഹാജരാവാൻ വേണ്ടി നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതുവരെയും ജോമറ്റും സിബിനും കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടില്ല, മൊഴിയെടുപ്പ് ആരംഭിച്ചിട്ടുമില്ല. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വിജിലൻസ് ഡയറക്ടർക്കുൾപ്പെടെ പരാതിയും നൽകിയിട്ടുണ്ട്. ഈ ഷാജി ആത്മഹത്യ ചെയ്തിട്ടുള്ള ഈ ഷാജിയുടെ ഫോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെയാണ് വിജിലൻസ് ഡയറക്ടർക്കടക്കം കൈമാറിയത് എന്നാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘാടക സമിതിയിലെ അധികൃതർ അടക്കം നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ചാറ്റുകളൊക്കെ കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മൂവരുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി പോലീസ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഈ പരിശോധനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സംഘാടക സമിതി അംഗങ്ങളാണ് ഇത്തരത്തിലൊരു പ്രശ്നം, ക്യാമ്പസിനുള്ളിൽ ഇത്തരത്തിലൊരു കോഴ ആരോപണത്തിന്റെ ഭാഗമായിട്ട് ഷാജി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് തെളിവ് സഹിതം കൈമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ടായത്. ശേഷം ആ വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുൾപ്പെടെയാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശോധനയ്ക്കിടയിലാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ അല്പസമയം മുമ്പ് ഷാജിയുടെ സഹോദരൻ ഉൾപ്പെടെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്, തന്നെ കുടുക്കിയതാണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്കും പോലീസ് കടക്കും. ഇനിയിപ്പോൾ വിജിലൻസ് സമഗ്ര അന്വേഷണം വേണമെന്ന് പരാതി നൽകിയ സ്ഥിതിക്ക് ആ വിജിലൻസിന്റെ പക്ഷത്തു നിന്നുള്ള അന്വേഷണവും തുടങ്ങും. ഒരു പക്ഷത്ത് കന്റോൺമെന്റ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ജോമറ്റ്, ഇതിലെ മുഖ്യ ഇടനിലക്കാരനായിട്ടുള്ള ജോമറ്റിന് മറ്റ് കലോത്സവങ്ങളിലും ഇടപാട് ഉണ്ട് എന്നത് തെളിയിക്കുന്ന ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായി മുൻപോട്ട് പോകുകയായിരുന്നു. അതുകൂടി ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പ്രധാനമായിട്ടും മൂവരെയും ഇവിടെ സ്റ്റേഷനിൽ ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുവരെയും ഇവർ രണ്ടുപേരും, ജോമറ്റും സിബിനും, ഈ സ്റ്റേഷനിൽ ഹാജരായിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം കൂടി ഇവർ ഇന്ന് വരില്ല എന്നോ മറ്റു കാര്യങ്ങളൊന്നും ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നാണ് പോലീസ് അധികൃതരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ മറ്റ് അന്വേഷണം ഈ ജോമറ്റിന്റെ കാര്യത്തിലായിരിക്കും പ്രധാനമായിട്ടും ഈ അന്വേഷണം മുൻപോട്ട് പോവുക. കാരണം MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിലും സമാനമായിട്ടുള്ള സംഭവമുണ്ടെന്നുള്ള ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്. അതുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. മാത്രമല്ല ഇവർ സംസാരിച്ചിട്ടുള്ള ചില രക്ഷിതാക്കളുടെ ചാറ്റ്, ഒപ്പം തന്നെ ചില ഓഡിയോ ക്ലിപ്പ് വിവരങ്ങൾ, ഇതൊക്കെയായിരുന്നു കൈമാറിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഷാജിയെ കുടുക്കിയതാണെങ്കിൽ ആ കുടുക്കിയത് ആരാണ്, ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ട് എന്നതുള്ള കാര്യങ്ങൾ അടക്കം പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ വരും. ഓക്കെ, ജോമറ്റിനോടും സിബിനോടും ചോദിക്കുന്നതിലൂടെ ഷാജിക്ക് ഇതിൽ പങ്കാളിത്തമുണ്ടോ ശരിക്കും എന്നതിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അഞ്ജു, കൂടുതൽ വിവരങ്ങൾ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ശേഖരിക്കുക. ആ അപ്ഡേറ്റ്സ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ശ്യാം ദേവരാജിലേക്ക് കൂടി നമ്മൾ പോകുന്നു. ശ്യാം ദേവരാജ്, ഗുഡ് മോർണിംഗ്. ശ്യാം, കുറച്ച് സമയമായി പരതുകയാണല്ലോ. ഇന്ന് എപ്പോഴാണ് ഈ ജാമ്യാപേക്ഷയുമായി ഇവർ കോടതിയിലേക്ക് എത്തുക? നൃത്തപരിശീലകരുടെ നിയമവഴിയിലെ നീക്കങ്ങൾ സംബന്ധിച്ച് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സുജയ, വെരി ഗുഡ് മോർണിംഗ്. ഞാനിതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നത് അന്വേഷിക്കുകയായിരുന്നു. ഹൈക്കോടതിയിലാണ് രണ്ടുപേർ, ജോമറ്റ് മൈക്കിളും ഒപ്പം സൂരജും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഇവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ ആരോപണവുമായി ഇവർക്ക് ബന്ധമില്ല. കന്റോൺമെന്റ് പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ തങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും എന്നൊരു ഭയം ഇവർക്കുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ജോമറ്റ് മൈക്കിളും ഒപ്പം സൂരജും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇവർ പറയുന്നത്, മാർഗം കളിയിൽ ഇവർ പരിശീലിപ്പിച്ച ടീമാണ് ഒന്നാമതെത്തിയത്. സ്വാഭാവികമായും ഈ ഒന്നാമതെത്തിയത് കൊണ്ട് തന്നെ ഇവർ കോഴ നൽകിയാണ് ഇത്തരമൊരു ഒന്നാം സ്ഥാനം നേടിയതെന്നാണ് ആക്ഷേപം. പക്ഷേ അത് അടിസ്ഥാനരഹിതമായ ആക്ഷേപമാണ്. മാത്രമല്ല ഇതൊരു കെട്ടിച്ചമച്ച ആക്ഷേപമാണ്. അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കാനാണ് പോലീസിന്റെ ശ്രമം. വിധികർത്താവിന് കോഴ നൽകിയിട്ടില്ല എന്നുമാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രണ്ടുപേരും പറയുകയും ചെയ്യുന്നത്.
കുട്ടികളുടെ കഴിവിനെ ചോദ്യം ചെയ്യുന്നതാണ് ഈ ഇത്തരമൊരു അതിന് സമമാണ് ഇങ്ങനെ ഒരു കേസ് എന്നും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രണ്ടുപേരും സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്നുമാണ് ജോമറ്റ് മൈക്കിളും ഒപ്പം സൂരജും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ഹൈക്കോടതി ഇത് ഇന്ന് തന്നെ പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കന്റോൺമെന്റ് പോലീസ് രണ്ടുപേർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവർ ഇന്ന് ഹാജരാകും എന്ന കാര്യത്തിലും ഉറപ്പില്ല. കാരണം മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതി സമീപിച്ച സാഹചര്യത്തിൽ ഇവർ ഏറ്റവും ഭയപ്പെടുന്നത് ഇന്ന് കന്റോൺമെന്റ് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ഹാജരായാൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്നത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് തടയണം എന്ന ഒരു ആവശ്യം കൂടി ഇവർ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി മുൻപാകെ വെച്ചിട്ടുണ്ട്. ശരി, ശ്യാം ദേവരാജ്, അഞ്ജു ജയപ്രകാശ് ഒപ്പം അർജുൻ കല്യാട് ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ഈ വിഷയത്തിൽ തുടർ വാർത്തകളിലേക്കും നമുക്ക് പോകാം.